ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഈ ഒരു ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ക്രീം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഒരുപാട് പേര് ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് ചില സാധനങ്ങളെല്ലാം ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. കാരണം എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നൈറ്റ് ക്രീമുമാണിത്. ഇതെങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അതിനാദ്യം നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ്. ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി. ഒന്നിക്കണ ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ഒരു ചെറുതൊന്നും എടുത്താലും മതി. ഇത് ഞാൻ വെറും 5 ദിവസത്തിനുള്ളത് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അത്രേ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണ്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനം എന്ന് പറയുമ്പോൾ ഇത് കുറേ കാലം യൂസ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ക്രീം കുറേ കാലം ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവർക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇല്ല ഒരുപാട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതിലെന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ ഈ ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ടൊന്ന് ചെരുകി എടുത്തിട്ടുണ്ട്. ഇതേപോലെ വളരെ ഇതായിട്ടൊന്ന് ചെരുകി എടുക്കുക. അല്ലാന്നാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക, വെള്ളമൊന്നും ചേർക്കാണ്ട്. അതിനുശേഷം ഒരു അരിപ്പയിൽ കൂടി അരിച്ചിട്ട് ഇതിൻ്റെ നീര് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇതിപ്പോൾ ഇങ്ങനെ ചെരുക്കി എടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കുമ്പം തന്നെ നന്നായിട്ട് അതിൻ്റെ നീര് കിട്ടും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, വളരെ കുറച്ച് നീര് മാത്രമേ കിട്ടും. അപ്പോൾ അത്ര മതി നമുക്ക്. അപ്പോൾ ഞാനിത് ഇതിൻ്റെ നീരിത നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിക്കുണ്ടെങ്കിൽ ഒരു നല്ല അരിപ്പ ഉപയോഗിച്ചിട്ട്, അതായത് നല്ല അടുപ്പിച്ചിട്ടുള്ള അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക. ഇല്ലയെന്നാണെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ വലിയ ഇതുള്ള അരിപ്പ ഉപയോഗിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ഇതിൻ്റെ നീര് കിട്ടാൻ പണിയായിരിക്കും. ഇതിൻ്റെ എക്സാക്റ്റ് നീര് വേണം, എന്നാൽ മാത്രം നമുക്കിതിൻ്റെ സ്റ്റാർച്ചെല്ലാം കറക്റ്റ് കിട്ടും. ഇതിൻ്റെ നീരല്ല നമുക്ക് വേണ്ടത്, ഇതിൻ്റെ സ്റ്റാർച്ചാണ്. അപ്പോൾ ഇതിൻ്റെ നീരെടുത്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നമ്മളിങ്ങനെ അനക്കാണ്ട് ഇങ്ങനെ വെക്കണം. അങ്ങനെ വെച്ചാൽ ഇതിൻ്റെ നീരും അതിൻ്റെ സ്റ്റാർച്ചും വളരെ പെട്ടെന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുക്കുംബറും ഇതേപോലെ തന്നെ ഇങ്ങനെ ചിരക്കിയെടുക്കുക. അപ്പോൾ കുക്കുംബർ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊലി നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം ഒരുപാട് മരുന്നെല്ലാം അടിച്ച് വരുന്നതായിരിക്കും. അതുകൊണ്ട് അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഈ പൊട്ടാറ്റോൻ്റെ തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ തൊലി അടക്കമാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി കഴുകണം എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ വീണ്ടും പറയാം. മഞ്ഞൾ വെള്ളത്തിലെല്ലാം ഒന്ന് കഴുകിക്കളയുക. അപ്പോൾ ഇതും നന്നായിട്ട് നമുക്ക് ചെരുക്കിയെടുത്ത്, ഇങ്ങനെ ചെരുക്കിയെടുത്താൽ തന്നെ കുക്കുംബറിന് വളരെ പെട്ടെന്ന് അതിൻ്റെ ഫുള്ള് വെള്ളം നമുക്ക് കിട്ടും. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് വേണം ഇതിൻ്റെ വെള്ളവും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടിൻ്റെയും വെള്ളവും സ്റ്റാർച്ചെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതും ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് ഇതിൻ്റെ വെള്ളം മാത്രം എടുക്കുകയാണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിഴിയുമ്പം തന്നെ പെട്ടെന്ന് ഇതിൻ്റെ വെള്ളം കിട്ടും. നമുക്കിതൊന്നും ഒരുപാടിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഈ 5 ദിവസത്തിന് വേണ്ടിയിട്ട് എല്ലാം ഓരോ ടേബിൾ സ്പൂണ് മാത്രം മതി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പൊട്ടാറ്റോൻ്റെ സ്റ്റാർച്ച് ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതിൻ്റെ വെള്ളം അങ്ങ് മാറ്റിക്കളി. ആ വെള്ളം നമുക്ക് ആവശ്യമില്ല. അത് നിങ്ങൾക്കൊരു ടോണറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടി കണ്ടോ, ഇതിൻ്റെ സ്റ്റാർച്ച് ബാക്കി വന്നത്, ആ സ്റ്റാർച്ചാണ് നമുക്ക് ആവശ്യം. ഇനി ഈ സ്റ്റാർച്ചിലേക്ക് നമ്മൾ അലോവേര ജെല്ല് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. അലോവേര ജെല്ല് പിന്നെ വീട്ടിലുള്ള അലോവേര ജെല്ല് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുക, പുറത്തുള്ള അലോവേര ജെല്ല് വേണമെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് മാറിയിട്ടുണ്ടാവും. നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ആ ഒരു സ്റ്റാർച്ച് നമ്മുടെ ഈ ഒരു അലോവേര ജെല്ലിലേക്ക് നന്നായി മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലെല്ലാം നമുക്കത് നന്നായിട്ട് മിക്സ് ആയി കിട്ടും. എല്ലാം നല്ലോണം ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് തന്നെ മിക്സ് ആയി കിട്ടും. ഏകദേശം ഇങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കക്കിരിക്ക ജ്യൂസ് ഉണ്ടല്ലോ, ആ ഒരു കുക്കുംബർ ജ്യൂസ് ഒരു ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് നമ്മളെല്ലാം എടുത്തിട്ടുള്ളത്. അതായത് സ്റ്റാർച്ച് ആയാലും കുക്കുംബർ ജ്യൂസ് ആയാലും അലോവേര ആയാലും എല്ലാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഉണ്ടാവും. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നേരം ഇതാ ഈ ഒരു പരുവത്തിലുള്ള ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടും. അപ്പോൾ വളരെ നല്ലൊരു ക്രീമാണ് കേട്ടോ ഇത്. നമ്മുടെ ഈ പൊട്ടാറ്റോൻ്റെ സ്റ്റാർച്ച് എന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ.
അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾക്ക് നൈറ്റിൽ എപ്പോഴും യൂസ് ചെയ്യുക, ഡെയിലി യൂസ് ചെയ്യുക. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും 8 വയസ്സിൻ്റെ മേലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഞാനൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കണ്ടെയ്നർ നല്ല ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നർ ആയിരിക്കണം. അതുപോലെ തന്നെ ഒന്നെങ്കിൽ നിങ്ങൾ ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് പുറത്ത് വെക്കുന്ന സമയത്ത് അതാണ് കുറച്ചും കൂടി സേഫ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുക. അത് അങ്ങനെ ആഡ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നുള്ളവർക്കും വളരെ നല്ലതാണ്. അവർക്ക് സ്കിൻ അധികം ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇട്ടാൽ ഇത് പുറത്തും കുറച്ച് കാലം, കൂടുതൽ കാലം പുറത്ത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കുകയാണ്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി രാത്രി കിടക്കുന്ന സമയത്ത് മുഖമെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം സാധാരണ നമ്മളൊരു ക്രീം എങ്ങനെയാണോ യൂസ് ചെയ്യുക അതുപോലെ തേച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി. ഇത് കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ശരിക്കും ഒരു ക്രീമായിട്ടാണ് തന്നെയാണ് ആക്ട് ചെയ്യുക. നിങ്ങളിത് ഡെയിലി തേച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് മുഖം നന്നായിട്ടൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എത്രത്തോളം അത് റിസൾട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് ജസ്റ്റ് മുഖത്ത് ഇങ്ങനെ ഒന്ന് സാധാരണ ക്രീം തേക്കുന്ന പോലെ അങ്ങ് തുടച്ചാൽ മതി. അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് കഴുകി കളയരുത് കേട്ടോ, അതങ്ങ് എബ്സോർബായിട്ട് പോയിക്കോളും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ട്രൈ ചെയ്തവർക്കൊക്കെ റിസൾട്ടും കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ സൂക്ഷിച്ച് വെക്കുകയാണ്. ഇനി വീട്ടിൽ ഫ്രിഡ്ജുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമ്മൾ തേക്കുന്ന സമയത്ത് ഒരു ചെറിയ തണുപ്പും കൂടി ഉണ്ടാവും. അതാണ് ഏറ്റവും നല്ലത്. ഇല്ലാത്തവർ പുറത്ത് സൂക്ഷിച്ചാലും മതി. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.